കുടുംബം സ്വർഗീയ പൂങ്കാവനം, പരിശുദ്ധ ത്രിത്വത്തിൻ പുണ്യഗേഹം, സുന്ദര സ്വപ്നങ്ങൾ പൂച്ചൂടി നിൽക്കുന്ന സ്വർഗീയ സായുജ്യ സന്നിധാനം. ജീവൻ അതിൻ്റെ യഥാർത്ഥത്തിൽ രൂപപ്പെടുകയും വളരുകയും കുഞ്ഞുങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്യുന്നത് കുടുംബങ്ങളിലാണ്. കുടുംബജീവിതം ആത്മീയ പോരാട്ടമാണ്. പലപ്പോഴും അതിനെ ഭൗതികമായ ക്രമീകരണത്തിനായി മാത്രം കാണുമ്പോൾ കുടുംബജീവിതം പരാജയപ്പെടുന്നു. കുടുംബങ്ങളെ തകർക്കുന്ന തിന്മകളുടെ ശക്തികൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ അതിപ്രസരണം മൂലം നമുക്ക് സംഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങൾ നിരവധിയാണ്. അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതത്തിൽ മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതത്തിൻ്റെ പങ്കും വലുതാണ്. ഇതിനെയൊക്കെ ഒരു കലാരൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇഞ്ചിക്കോർ മാസ് സെന്റർ. കുടുംബം ഒരു വിദ്യാലയം. ഹലോ, എന്നാ ജോസേ വിശേഷം? ഓ ഇല്ല, ഞാനിന്ന് അല്പം ബിസിയാ. ഇല്ലെന്നേ, ഇന്ന് നമ്മുടെ തന്തപ്പടി വരുന്ന ദിവസമല്ലേ. അത് എയർപോർട്ടിലേക്ക് പോകാൻ തുടങ്ങുക. 3 മാസം കാണും. ഓ പുള്ളി അങ്ങനെ തണ്ണി പാർട്ടിയൊന്നുമല്ല. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് 2 എണ്ണം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാത്യുവിൻ്റെ കൂടെയല്ലേ വരുന്നത്. എന്നാ പിന്നെ വൈകിട്ട് കാണാം. ഓക്കെ, സീ യു. പപ്പാ, what do you mean by തണ്ടപടി? പോയിരുന്നു പഠിക്കടാ. ഒരു കാര്യം തിരക്കാൻ വന്നിരിക്കുന്നു. എന്നതാ കാര്യം? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാ വഴക്കണേ? എന്നതാ മോനെ കാര്യം? നിന്റെ മോൻ്റെ ഒരു ഗുണവധികാരം. അവന് തന്തപ്പടി ആരാന്നറിയണം. അതെങ്ങനെയാ? നിന്റെ അല്ലേ മോൻ. വെറുതെ പറഞ്ഞ പിള്ളേരുടെ മുന്നിൽ നിന്ന് നാണം കണ്ട. അല്ല, നിങ്ങൾ പോകുന്നില്ലേ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കാണുമല്ലോ. ഓ, അങ്ങേരെ കുപ്പിയൊക്കെ വാങ്ങി വരുമ്പോൾ സമയം കുറെ ആവുമല്ലോ. എന്നാ പറയാനാ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞോണം കേട്ടല്ലോ. എന്ത് കാര്യം? ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മനുഷ്യ. അപ്പനോട് 6 മാസം ഇവിടെ നിൽക്കാൻ പറയാൻ നിങ്ങൾ പറഞ്ഞില്ലായിരിക്കും അല്ലേ? അതല്ലടി, എന്നാലും അമ്മ നാട്ടിൽ തനിച്ചല്ലേ. ഒരെന്നാലും ഇല്ല, പിള്ളേരെ നോക്കി വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഓൾറെഡി നഴ്സ് ഓൺ കോളിൽ ബുക്ക് ചെയ്തിരിക്കുവല്ലേ. ആ ജാൻസിയൊക്കെ എന്നെ ഓവർ ടൈം ചെയ്ത് കൂട്ടുന്നേ. കൊതി വരും. നിങ്ങൾ വരുമ്പോ തന്നെ അപ്പനോടൊക്കെ പറഞ്ഞാ മതി. ഓ, ഞാൻ പോണു, നേരം വൈകി. ഡാ മോനു, ആ ലാപ്ടോപ്പ് ഒന്നതാടാ, ഞാൻ എന്റെ ഫേസ്ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. Mummy, why are you disturbing me? I'm chatting with somebody. ഓ, അവസാനം ചീറ്റിംഗ് ആവാതിരുന്നാ മതി. മോളെ, നീയെങ്കിലും ഒന്ന് താടി. No way. അമ്മക്ക് പപ്പയുടെ ലാപ്ടോപ്പ് എടുത്തൂടെ? ഓ, അതേത് പാസ്വേഡ് ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക. എനിക്കറിയാതെ എന്തിനാ ചെയ്തേന്ന്. ഒരു ദിവസം എൻ്റെ കയ്യിൽ അത് കിട്ടും. Mummy, Stella auntie is coming. അല്ല, ഇത് ആരാ? എന്നതാടി ഇത്? പതിവില്ലാതെ സാരിയൊക്കെ എടുത്ത് എന്നതാടി? വല്ല പാർട്ടിയൊക്കെ ഉണ്ടോ? ഓ ഇല്ലടി, നീ അറിഞ്ഞില്ലേ ഞങ്ങൾ പുതിയ കാർ മേടിച്ചത്? അതൊന്ന് വെഞ്ചരിക്കാൻ വേണ്ടി പള്ളിയിൽ പോവാടി. ആണോടി? എന്നാ കാറടി വാങ്ങിച്ചേ? വോക്സ്വാഗൻ പോളോ. നീ കണ്ടില്ലായിരുന്നോടി? ഓ, പോളോ. അതാണോ? എനിക്കത് ഇഷ്ടമല്ലടി. ടോമിച്ച് പറഞ്ഞാ വാങ്ങാന്ന്. ഞാനാ പറഞ്ഞു വേണ്ടാന്ന്. എനിക്ക് ഈ പഴയ വണ്ടി തന്നെയാണ് ഇഷ്ടം. അവളുടെ ഒരു പോളോ. അതിന്റെ മുമ്പിൽ ഞെളിഞ്ഞെന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാനോ? എന്നതാടി പറഞ്ഞേ? ഓ, അവളുടെ ഒരു പഴയ വണ്ടി. അസൂയക്ക് കൈയും കാലും വെച്ച് നടക്കുക സാധനം. എന്താന്നടി, വല്ലതും പറഞ്ഞായിരുന്നോ? ഓ ഇല്ലടി, ഞാൻ പറയുമായിരുന്നു. നിന്റെ ഒക്കെ ഒരു ഭാഗ്യമേ. പിള്ളേരൊക്കെ നോക്കാൻ വല്യപ്പച്ചൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഓ ഇല്ലടി, ഇവിടെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരുവാ. ടോമിച്ചും പറഞ്ഞു കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടേന്ന്. അല്ലേലും അപ്പനും ഞങ്ങളെന്ന് വെച്ച ജീവനം. ഇവള് പണ്ട് അമ്മായിയമ്മയെ കൊണ്ടുവന്നിട്ടേ ബേബി സിറ്റിംഗ് നടത്തി ഇവിടെ മുഴുവനും പാട്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. പിന്നെ അപ്പച്ചൻ വരുമ്പോ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങു കേട്ടോ. ശരിയടി. പിന്നെ പട്ടി വരും. അവിടെ ഒരു ഗമ.
എടി നീ ആ ഓണപ്പാർട്ടിയുടെ ഫോട്ടോസ് എല്ലാം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തോടി. യപ്പ്. മമ്മി, ഹീസ് ലെസി ആൻറ്റി. പപ്പയുടെ ഫോട്ടോസ് എല്ലാം ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആരാ മമ്മി അത്? ആരാ മമ്മി ഇത്? എവിടെ എവിടെ? ഞാനൊന്നും അറിയില്ലെന്ന് അങ്ങേരുടെ വിചാരം. ഒരു ദിവസം എന്റെ കൈ കിട്ടും. ദേ അവര് വന്നു. അപ്പച്ച, എന്നൊക്കെയുണ്ട് വിശേഷം? യാത്രക്ക് സുഖമായിരുന്നോ അപ്പച്ച? ഓ, ഒരു വ്യക്തി ഇങ്ങ് എത്തി. പിന്നെ നിന്റെ ആ ഫ്രണ്ടില്ലേ, 10 കിലോ ഉണക്ക കപ്പയാടി തന്നു വിട്ടത്. കൂട്ടുകാരായ ഇങ്ങനെ വേണം. ഞാൻ അപ്പോളെ പറഞ്ഞതാ മിണ്ടണ്ടാന്ന്. ഇതവളുടെ സ്ഥിരം പണിയാ. നാട്ടിൽ നിന്ന് ആരെങ്കിലും പോരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതി, എന്തെങ്കിലും കൊടുത്തുവിടാൻ. അരകല്ല് വരെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പാർട്ടിയാ. ആ, ഇനി പറഞ്ഞിട്ട് എന്നാ കാര്യം? കിട്ടിയപ്പോ എനിക്ക് കിട്ടി പണി പാലും വെള്ളത്തിൽ. എന്നതാടാ പിള്ളേരെ? വേണ്ട വേണ്ട, ഇരുന്നോടാ മക്കളെ, ഇരുന്ന് പഠിച്ചോ. ഓ, അവര് പഠിക്കുമൊന്നുമല്ല അപ്പച്ച, ചാറ്റിങ്. കാറിന്റെ ഡോർ അടച്ചായിരുന്നു. എന്നാ വാ അപ്പച്ച, അത്തോട്ട് പോവാം. അപ്പച്ച, എൻ്റെ പേര് ജോസ്. ഞാൻ ടോമിച്ചിൻ്റെ ഒരു ഫ്രണ്ടാ. ഇതെൻ്റെ ഭാര്യ സ്റ്റെല്ല. മോളിലൂടെ വർക്ക് ചെയ്യുക. ആന്നോ? ഓ, മനസ്സിലായി. മോളി പറഞ്ഞായിരുന്നു. ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ? ഓ, അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പച്ച. ഇവിടെ കുറെ അസോസിയേഷൻ ഉണ്ട്. അതിന്റെ സ്ഥിരം സെക്രട്ടറിയാ. എപ്പോഴും പരിപാടിയാ. എടി, ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഉണക്കക്കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. ടോമിച്ചിന് വലിയ ഇഷ്ടാ. ഓ, അതിനെന്താടി, വേണേ കുറച്ചും കൂടി എടുത്തോ. ഇവൾ എന്നാ സാധന, അതിന്ന് മേടിച്ചു മാറ്റി. എന്നതാടി, നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഓ ഇല്ലടി, അപ്പച്ചന് ബുദ്ധിമുട്ടായെന്ന് പറയുമായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും 10 കിലോ എന്ന് പറയുന്നത് ഒരു 2 കിലോയിൽ ഒതുക്കായിരുന്നു അല്ലേ? ജോസിനെയും സ്റ്റെല്ലായെയും കുറിച്ച് മോളിക്കുട്ടി നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? ആ പിന്നെ അപ്പച്ച, നാട്ടിലെ ബാറൊക്കെ അടച്ചെന്ന് കേട്ടല്ലോ. കഷ്ടമായി പോയി കേട്ടോ. അതെന്നതാടാ, റേഷൻ കടയാന്നോ അടച്ചേ? അതല്ല അപ്പച്ച, ഇനി നാട്ടിൽ വരുമ്പോൾ 2 എണ്ണം അടിക്കണമെങ്കിൽ 5 സ്റ്റാറിംഗ് ഹോട്ടലിൽ പോണ കാര്യം ഓർക്കുമ്പോഴാ. ഒരു കുഴപ്പവും ഇല്ല. നാട്ടിലിപ്പോൾ ബീവറേജിന്റെ ക്യൂല് നിൽക്കാനായിട്ട് ബംഗാളികളെ കിട്ടും കൂലിക്ക്. അതും കൂടി പൂട്ടിയാലേ നാട് നന്നാകത്തുള്ളൂ. ആ അപ്പച്ച, എന്നാൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. ഇടയ്ക്ക് നിങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ഓ, അപ്പച്ചന് ഇനി സമയമൊന്നും കാണത്തില്ല. പിള്ളേരെ നോക്കണ്ടേ? എന്നാ പിന്നെ നിങ്ങൾ താമസിക്കണ്ട. അസോസിയേഷന്റെ മീറ്റിംഗ് ഉള്ളതല്ലേ, താമസിച്ച അവരെന്ത് വിചാരിക്കും? Grandpa, what's the meaning of Tandapadi? ആസ്ക് യുവർ പപ്പ. ന്യൂ ജനറേഷൻ. എന്നതാടി മോളി, ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നേ? ഓ, അവര് പിള്ളേരല്ലേ അപ്പച്ച. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, വാ. എന്നതാണ് ഇവിടെ? ഇവിടെ വാടാ, ഇവിടെ വാടാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവരെ ഉപദ്രവിക്കരുതെന്ന്. ഇവിടെ വാടി. എടി, എന്നതാടി കാണിക്കുന്നേ? മനുഷ്യ, നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ട. എന്നാത്തിനാടി അടിക്കുന്നേ? എന്റെ മക്കളെ തൊട്ട് പോരുത്. അയ്യോ, എന്നെ പണ്ടാരക്കാരൻ തല്ലി കൊല്ലുന്നേ. മിണ്ടാതിരിക്കടി ചൂടെ, കുറെ നാളായിട്ട് ഞാൻ സഹിക്കുന്നു. എന്നതാടാ ഈ കാണിക്കുന്നേ? മോളി, നീ അകത്തോട്ട് പോയേ. എടാ, പെണ്ണുങ്ങളെ തല്ലുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ഏത് പോലീസുകാരനും പറ്റും. നിനക്കൊക്കെ നാണമില്ലല്ലോടാ, അതും ഈ പിള്ളേർ നോക്കി നിൽക്കുമ്പോ. എങ്ങനാ പിള്ളേർ നേരെയാവുന്നേ?
ഇതല്ലേ പിള്ളേരും കണ്ട് പഠിക്കുന്നേ. എന്നാ ടോമിച്ച പ്രശ്നം? ആകെ ബഹളമായിരുന്നല്ലോ. എന്താ പ്രശ്നം? അതെ അങ്കിളെ, പപ്പയും അമ്മയും കൂടി വഴക്ക് കൂടിയതാ. നല്ല ഫൈറ്റായിരുന്നു. അമ്മക്ക് 2 കിട്ടി. ആന്നോ? എന്റെ കർത്താവേ, എന്നതാ ഇത്? എന്നാ ടോമിച്ച കാര്യം? ദേ, എന്റെ ഭാര്യയാണേലും ഞാൻ പറയുക, അവൾ അകത്തോട്ട് പോയിട്ടുണ്ട്. അവൾ ആകെ കുളമാക്കും. അല്ല ജോസേ, ഞാൻ വരുമ്പോൾ ഇവള് പിള്ളേരെ എടുത്തിട്ട് അടിക്കുക. പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് 2 ഞാനങ്ങ് കൊടുത്തു. അതെന്തായാലും നന്നായി. അല്ലേ ഇവൾമാർക്കൊക്കെ ഇത്തിരി അഹങ്കാരം കൂടുതലാ. ഞാനും ഇടയ്ക്കൊക്കെ ഒന്ന് വിചാരിക്കും അവക്കിട്ട് 2 കൊടുത്താലോ എന്ന്. പിന്നത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ. ATM കാർഡൊക്കെ അവളുടെ കയ്യിലല്ലേ. ഏതായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. താനിതിങ്ങനെ വിട്ടൊന്നും കൊടുക്കണ്ട കേട്ടോ. കൊള്ള, നല്ല കൂട്ടുകാരനും കൂട്ടുകാരിയും. ദേ, നിന്റെ പെണ്ണുമ്പോൾ അകത്തിയെന്ന് അവളെ എരിപിരി കയറ്റി കൊടുക്കുക. അല്ലേലും ഈ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, ആരേലും ഇത്തിരി ഒന്ന് പച്ച പിടിച്ചു വന്ന അവരെ തമ്മിലടിപ്പിക്കും. എടാ ടോമിച്ച, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കണം. അപ്പനൊന്നും ഉണ്ടായിരുന്നേ. വാടാ ജോസേ, നമുക്ക് പുറത്തേക്കൊന്ന് പോകാം. ആ പൊക്കോ പൊക്കോ. ദേ, ഇവന്റെ പെണ്ണുമ്പിള്ള നാട്ടുകാരെ മൊത്തം വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. പള്ളിയിൽ അച്ഛനോടും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ ഓൺലൈൻ പത്രക്കാരോടും അവള് പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഏത് നേരത്താണോ ഇങ്ങോട്ട് പോരാൻ തോന്നിയത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴെപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. പിന്നെ എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പച്ചാ, നാട്ടിൽ നിന്നൊക്കെ വന്നതല്ലേ? എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? അമ്മച്ചിക്കൊക്കെ സുഖമല്ലേ? ആ, അച്ഛനോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ. ഇനി ഈ നാട്ടിലറിയാൻ ആരും കാണത്തില്ല. ഏതായാലും അച്ഛൻ ഈ നാട്ടിലുള്ളത് നന്നായി. ഞാൻ 2 പേരോടും മാറി മാറി ചോദിച്ചു. ആർക്കും ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് അച്ഛനോട് ഞാൻ വരാൻ പറഞ്ഞത്. ആ, ഞാനും അത് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നത്. എന്നതാ ടോമിച്ച ഇവിടെ പ്രശ്നങ്ങൾ? ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ നല്ല പ്രവർത്തികൾ കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരേണ്ടത്. നമ്മളാണ് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. എത്രയോ ധ്യാനം കൂടിയിട്ടോ സംഘടനകളിൽ പ്രവർത്തിച്ചതുകൊണ്ടോ യാതൊരു കാര്യമില്ല. അച്ഛൻ അറിയാലോ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന്. ഇവിടെ എനിക്ക് യാതൊരു വിലയുമില്ല. ഒരാവശ്യമില്ലാതെ ടോമിച്ചൻ എന്നെ എടുത്ത് അടിച്ചത്, അതും ഈ പിള്ളേരുടെ മുന്നിൽ വെച്ച്. കുറച്ച് പൈസ ആയി വന്നപ്പോ ഇങ്ങേർക്ക് അഹങ്കാരം. അതൊക്കെ ശരി തന്നെ. അടിസ്ഥാനപരമായി നമ്മൾ ഇവിടേക്ക് എത്തിയത് പൈസ സമ്പാദിക്കാൻ തന്നെയാണ്. അതിനിടയിൽ നമ്മളെ മക്കളുടെ ജീവിതം, അത് നമ്മൾ മറക്കരുത്. ഇവിടെയും നാട്ടിലുമൊക്കെ വീടുണ്ടാക്കിയിട്ടോ കുറേ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയത് കൊണ്ടോ ഒരു കാര്യവുമില്ല. അല്ലച്ചോ, ഞാനും നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് പിള്ളേരെ നോക്കാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്, എൻ്റെ പിള്ളേരെ തല്ലാൻ ഞാൻ സമ്മതിക്കുകയില്ല. ടോമിച്ച, കുട്ടികളെ ആവശ്യത്തിന് ശിക്ഷിക്കണം. അതിലൊരു തെറ്റുമില്ല. ഈ നാട്ടിലെ നിയമങ്ങൾ അതിന് നമ്മളെ അനുവദിക്കുന്നില്ല എങ്കിലും അതിലും പ്രധാനം നമ്മുടെ ജീവിതമാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ കുട്ടികൾ താനേ നമ്മുടെ വഴിക്ക് വന്നോളും. അച്ഛ, ഇതിവിടെ സ്ഥിരം പരിപാടിയാ. ഒരു കാര്യമില്ലാതെ ടോമിച്ചിനെ ഇന്ന് അടിച്ചത്. ആണോ? എന്നത്തിനാ ടോമിച്ച അവളെ അടിച്ചത്? ഭാര്യമാരെ തല്ലുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മേശയുടെ ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാ മോളെ നിന്നെ അമ്മ തല്ലിയത്? I don't know. I was chatting with someone. എന്തിനാ മോനെ നീ അവരുമായിട്ട് വഴക്കിട്ടത്? He didn't talk to me. That's why I was angry. എന്നോടൊന്നും മിണ്ടില്ല. ആണോ? മോനെ ഇങ്ങോട്ട് വന്നേ. എന്നതാടാ മോനെ കാര്യം? എന്തിനാ മോൻ ചേച്ചിയോട് പിണങ്ങിയത്? അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നു. അതവർ ഞാൻ ലൈക്ക് ചെയ്തില്ല. അതാ ഞാൻ നിന്നായിരുന്നു. കണ്ടോ, ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പരസ്പര ബഹുമാനത്തോടെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളത്. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം.
ലാപ്ടോപ്പും ടാബ്ലറ്റും ഇൻ്റർനെറ്റും എല്ലാം നല്ലതാണ്. അത് നമ്മളുടെ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഒരു നിയന്ത്രണവും അവർക്ക് ആവശ്യമാണ്. എന്താണ് അവർ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മളുടെ വീട് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ പഠിക്കുന്നതേ കുട്ടികൾ പുറത്തു നിന്നും പ്രവർത്തിക്കുകയുള്ളൂ. അച്ചോ, പണ്ട് കാലത്ത് നമ്മളൊക്കെ എത്ര സന്തോഷമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. കമ്പ്യൂട്ടറും ടി വിയും ഒന്നുമില്ലായിരുന്നു അക്കാലത്ത്. പക്ഷേ കുട്ടികൾക്ക് അപ്പനമ്മമാരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരാരും പള്ളിയിലോ പ്രാർത്ഥനക്കോ ഒന്നും പോകാറില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്തുമാത്രം ഞാൻ നിർബന്ധിച്ചതാച്ചോ. ഇവിടെ നമ്മുടെ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും പൈതൃകങ്ങളും ഒക്കെ ഒരു പരിധിവരെയെങ്കിലും അനുഭവിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സംഘടനകളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനം നമ്മുടെ ദൈവവിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടി അതിനുള്ള പ്രത്യേക ക്ലാസ്സുകളുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യൂത്തിന് വേണ്ടി പ്രത്യേകമായി ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ്സുകളും പ്രാർത്ഥനകളും ഒക്കെയുണ്ട്. അതിലേക്ക് കുട്ടികളെ വിടുക എന്നത് നമ്മുടെ കടമയാണ്. ഏതായാലും ഇവരുടെ പേരും കൂടി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ട്. അടുത്ത ബൈബിൾ കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാൻ അവരിങ്ങോട്ട് വരും. ഇവിടുത്തെ കുട്ടികളും കൂടി അതിൽ പങ്കെടുക്കട്ടെ. നടന്നതൊക്കെ എല്ലാവരും മറന്നു കളയും. നമ്മുടെ കുട്ടികളെ കരുതി അവർക്കൊരു മാതൃകയായി ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് യോജിച്ച കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ല കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അവർ ചൂണ്ടിക്കാണിച്ചു തരും. അതല്ല, നല്ല കൂട്ടുകാരല്ലെങ്കിലോ അവർ നമുക്ക് ഉപദ്രവകരമായി തീരും. അവരെത്തിയല്ലോ. എന്നാൽ പിന്നെ ഡാൻസ് പ്രാക്ടീസ് നടക്കട്ടെ ഇവിടെ. off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. Forever and ever and ever he will reign. Take off your burdens, take off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. Every nation and every land will come to the Lord Almighty singing songs of praise. Lord, I believe the time is here. The skies are ablaze. The sign is clear. No eye can see it. Who can conceive it? Your Holy Spirit's like a fire in my soul. In the Spirit, we fall on our knees, and our whole life we lay at the feet. In the Spirit, we fall on our knees, and like David, we rise up and dance before you. El Señor, El Señor, forever and ever and ever he will reign. Take off your burdens, take off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain.